Hello friends, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഐ ഷാഡോ തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഐ ഷാഡോ യൂസ് ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് ഐ ഷാഡോ പാലറ്റ് കാണും. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് കളർ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഒരു റെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും എളുപ്പമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു റെഡ് കളർ ലിപ്സ്റ്റിക്കാണ്. അതിന് വേണ്ടുന്നത് ഒരു ക്യൂ ടിപ്പ്, അതായത് ഇത് ബഡ്സ് ആണെങ്കിലും നമ്മൾ മേക്കപ്പിൻ്റെ ഭാഷയെ പറയുമ്പോൾ ക്യൂ ടിപ്പാണ് അത്. പിന്നെ ഒരു ഐലൈനർ, പിന്നെ കണ്ണിൻ്റെ അകത്തേക്ക് എഴുതാനുള്ള ഒരു കാജൽ പെൻസിൽ, പിന്നെ മസ്കാര. ഇത് വന്നിട്ട് ഓപ്ഷണൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഐ മേക്കപ്പ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതിൽ ഈ ക്യൂ ടിപ്പിൽ ഞാനൊരു ലിപ്സ്റ്റിക്കിൽ നിന്ന് ഞാനിത് എടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് ഞാൻ ഡോട്ട് ഇടാൻ പോവുകയാണ്. അത് ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം താഴെ ഈ രണ്ട് ഐലിഡിൻ്റെ കോർണറിലായിട്ട് നമുക്ക് ഒരെണ്ണം കൊടുക്കാം. ഇപ്പൊ കണ്ടോ, ഞാൻ ദേ കോർണറിൽ ഫസ്റ്റ് കൊടുത്തു. അതായത് അത് നമുക്ക് ഒരു എന്താ പറയേണ്ട ഒരു അളവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മെഷർമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മേളിലേക്കുള്ള ലിഡിൽ ഒരു 3 ഡോട്ട്, പിന്നെ താഴത്തേക്ക് ഒരു 3 ഡോട്ട്, ഇല്ല 4 ആയാലും കുഴപ്പമൊന്നുമില്ല. അത് എന്നിട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈസി അല്ലേ? എന്നിട്ട് ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഐ പെൻസിൽ. അതായത് ഇപ്പോൾ ഒരു റെഡ് കളറാണ് കൊടുത്തേക്കുന്നത്. അത് ഞാൻ വളരെ കൂടുതലായിട്ട് കൊടുത്തിട്ടില്ല, ലൈറ്റ് ഷെയ്ഡാണ്, ലൈറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കൂടുതൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി കൂട്ടാം. അപ്പം ഞാൻ എന്നിട്ട് ഈ ഒരു ബ്ലാക്ക് പെൻസിൽ എടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്കൊരു വിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐലൈനർ കൂടെ യൂസ് ചെയ്യാം. ഇപ്പം ദേ വിങ്ങും കൂടി വന്നിട്ടുണ്ട്. ഇന്നർ കോർണറിലും കൊടുക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് ഐലൈനർ വെച്ചിട്ട് തന്നെ നമുക്ക് വിങ് കൊടുക്കാം. വളരെ ഈസി അല്ലേ? ഐ മേക്കപ്പ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു ബ്രൈഡിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ നമുക്കൊരു ഷിമ്മർ കൊടുക്കണം, കുറച്ച് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ അടുത്ത കണ്ണിൻ്റെ ഇതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് വരാം. പിന്നെ ഇതിൽ നമുക്ക് മറ്റൊന്നും കൂടെ, ഇത് ഓപ്ഷണലാണ്, നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മസ്കാര. കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മേക്കപ്പ് എന്തെന്നോ ഐ മേക്കപ്പ് എന്തെന്നോ അറിയാത്ത ഒരാൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു തരത്തിലെ ഐ മേക്കപ്പ്. ഞാൻ അടുത്ത കണ്ണും കൂടെ തീർത്തിട്ട് വന്ന് നമുക്ക് ഫുൾ ഫിനിഷ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ, ഞാൻ 2 കണ്ണിലും അത് ഐ മേക്കപ്പ് ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏത് തരത്തിലെ ഒരു കളറിലെ ലിപ്സ്റ്റിക് ആണെങ്കിലും യൂസ് ചെയ്യാം. അതിന് വേണ്ടത് നമുക്കൊരു ക്യൂ ടിപ്പ് മാത്രമാണ്. ഇത് വെച്ചിട്ട് ഡോട്ട്സ് കൊടുക്കുക, എന്നിട്ട് അതിനെ ഒന്ന് വിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐലൈനർ യൂസ് ചെയ്തു. അതുകൂടാണ്ട് കണ്ണിൻ്റെ അകത്തേക്ക്, കാജൽ മാത്രമേ കണ്ണിൻ്റെ അകത്തേക്ക് എഴുതാവൂ. ഐലൈനർ ഒരിക്കലും കണ്ണിൻ്റെ അകത്ത് എഴുതാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ അകത്തെ ആ ഒരു ഇത് ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഞാനൊരു മസ്കാര കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി അല്ലേ? അപ്പോൾ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഐ ഷാഡോ മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.